നമസ്കാരം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും പുതിയ സർക്കാർ എന്ത് തന്നു? എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു? അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, കേരളത്തിൽ പുതിയ സർക്കാർ നിലവിൽ വന്നിട്ട് ഏകദേശം 100 ദിവസത്തോടടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇത് പറയുമ്പോൾ കക്ഷിരാഷ്ട്രീയപരമായിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. അത് ആദ്യമേ മനസ്സിലാക്കുക. മറിച്ച് നിരവധിയായ പ്രശ്നങ്ങൾ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ 100 ദിവസമായിട്ടും 100 ദിന പരിപാടിയിലോ മറ്റേതെങ്കിലും പരിപാടികളിലെ ഏതെങ്കിലും പ്രഖ്യാപനങ്ങളോ ഒരു എത്തിനോട്ടം പോലുമോ ഈ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രശ്നങ്ങളിലേക്ക് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഏത് ഗവൺമെന്റ് കയറുമ്പോഴും ഒരു 100 ദിന കർമ്മ പരിപാടി ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 100 ദിന പരിപാടി ഇപ്പോഴും ഉണ്ട്. ആ പരിപാടിയിൽ ഒന്നും തന്നെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ബാധിക്കുന്ന ഒന്നും ഉണ്ടായില്ല എന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സംഘടനാ യൂണിയൻ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ചില പ്രഖ്യാപനങ്ങൾ വരുന്നു, അത് കൈയടിക്കുന്നു എന്നതിലപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും തന്നെ ആ രീതിയിൽ നടക്കുന്നില്ല. പറഞ്ഞതൊന്നും തന്നെ നടന്നുമില്ല, നടക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ നമ്മൾ പ്രഖ്യാപനങ്ങൾ പറയുമ്പോൾ ഈ 100 ദിവസത്തിനകം വന്ന പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആശാ വർക്കർമാർക്ക്, അംഗൻവാടി ജീവനക്കാർക്ക് ഒക്കെയാണ്. അതിൽ തന്നെ ആശാ വർക്കർമാരെ ഒരു മേൽക്കോയ്മ നേടിയിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും വലിയ സമരം നടത്തിയത് ആശാ വർക്കർമാരാണ്. അപ്പൊ അത് പിന്നെ തലമുണ്ടനം ചെയ്തു ഒക്കെ അവർ ജനശ്രദ്ധ ആകർഷിച്ചു. അത് ഇലക്ഷനിൽ പ്രതിഫലിച്ചു ശരിക്കും. അപ്പോൾ അതിനാല് ആശമാർക്കാണ് ഏറ്റവും ആദ്യം ഒരു പ്രഖ്യാപനം കൂടുതലായിട്ട് വന്നത്. അംഗനവാടിക്കാരുടെ സമരത്തിന് ആശമാരുടെ അത്രയും തീവ്രത വന്നില്ല. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തിൽ അതിൻ്റെതായ ഒരു കുറവ് അംഗൻവാടി ടീച്ചർമാർക്ക്, ജീവനക്കാർക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. ആശമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഒക്കെ അർഹതപ്പെട്ടത് കൃത്യമായിട്ട് കൊടുക്കുക തന്നെ വേണം. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. അത് കൂടിപ്പോയെന്നുള്ള അഭിപ്രായം ഇല്ല, അത് കൊടുത്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം ഒന്നുമില്ല. പക്ഷെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷേ അത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് വോട്ട് രീതിയിലേക്കോ ആ കാര്യങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ വന്നു എന്നതാണ് അതിലുള്ള ഒരു സത്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്കൊന്നും ഒരു എത്തിനോട്ടം ഇതുവരെ നടത്താത്തതുകൊണ്ട് വീണ്ടും ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ, പെൻഷൻകാരുടെയൊക്കെ പ്രശ്നങ്ങൾ ഞാനിവിടെ ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം മെഡിസപ്പാണ്. മെഡിസപ്പ് സമഗ്രമായി പരിഷ്കരിക്കുമെന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ആ സമഗ്രമായി പരിഷ്കരിക്കുക എന്ന് പറയുന്നത് 2 വർഷത്തെ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം ഒരു സമഗ്രമായ പരിഷ്കരണം ഇനി നടക്കുമോ, എത്രത്തോളം നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഒരു വെറുതെ പറഞ്ഞതുപോലെയാണ് നമുക്ക് തോന്നുന്നു. ഈ പ്രശ്നം, മെഡിസപ്പിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിലവിൽ ആർക്കും തന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്നേയില്ല. അത് ജീവനക്കാർക്കും ഇല്ല, പെൻഷൻകാർക്കും ഇല്ല, ജീവനക്കാരുടെ കുടുംബങ്ങൾക്കും ഒന്നും തന്നെ. എവിടെങ്കിലും ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ മെഡിസപ്പ് കാർഡ് കൊടുത്താൽ മെഡിസപ്പ് കാർഡിനോട് തന്നെ അവജ്ഞയാണ്. പിന്നെ പല കേസുകളും ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ തുക എഴുതിയെടുക്കുക, ജീവനക്കാർക്ക് ഒരു 10-30% മാത്രമാണ്, ആ ഒരു റേഞ്ചിലാണ് ജീവനക്കാർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുന്നുള്ളൂ. ബാക്കി തുക, ഈ 30% കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തുക ഈ പിന്നെ ബന്ധപ്പെട്ട ആൾക്കാർ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. വളരെ നമ്മളോട് പറഞ്ഞതും നമുക്ക് കിട്ടുന്നതുമായിട്ട് വലിയ അന്തരം നിലനിൽക്കുന്നു. അതൊരു ഗവൺമെന്റിന്റെ ഒന്നും കുഴപ്പമല്ല. ഇപ്പൊ നമ്മളോട് പറഞ്ഞത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റാണ്. ആ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് ഓരോ അസുഖങ്ങളും നിശ്ചിതമായിട്ട് ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ ചെയ്തോളാം എന്നാണ് കരാർ ഒപ്പിട്ടത്. പക്ഷെ ആ തുക
പിന്നീട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകാർ അത് മാറ്റി അത്രയല്ല തുക വളരെ കൂടുതൽ കാണിക്കുക, പക്ഷേ ഒപ്പിട്ട കരാർ അനുസരിച്ച് മാത്രമേ ഇൻഷുറൻസ് കമ്പനി അവർക്ക് അനുവദിക്കുകയുള്ളൂ. അതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇത് നിലവിൽ ഈ കരാർ ഒപ്പിട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള വ്യവസ്ഥകൾ കർശനമായി പരിഹരിക്കാൻ ഈ പരാതി പരിഹാര സംവിധാനങ്ങൾ ഫലപ്രദമാക്കുക എന്നുള്ളത് ഗവൺമെന്റിന് മുന്നിൽ ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മാർഗം. അപ്പോൾ നമുക്കറിയാം ഈ മെഡിസപ്പിന് ഒരു 3 ടയർ പരാതി പരിഹാര സംവിധാനം മെഡിസപ്പിലുണ്ട്. അപ്പോൾ ഈ ഒന്നത്, അപ്പോൾ അതിൽ ഈ പരാതി പരിഹാരം വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അപ്പപ്പോൾ പരിഹരിക്കാനും അത് ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. കാരണം ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെയാണ് പരാതി പരിഹാര സെല്ലിലുള്ളത്. അപ്പോൾ മെഡിസപ്പിലെ പോരായ്മകൾ പഠിക്കാൻ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റിയെ വെക്കണം. പോരായ്മകൾ പഠിക്കാൻ. കരാള് പൊളിച്ചെഴുതുക എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം നടക്കും എന്നൊക്കെ അതൊരു പ്രഖ്യാപനം മാത്രം. അത് നടക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അപ്പോൾ പക്ഷെ നമുക്ക് മെഡിസപ്പിലെ പോരായ്മകൾ പഠിക്കാൻ കമ്മിറ്റിയെ വെക്കാം. നിലവിലെ അവസ്ഥ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം എന്താ നിലവിലുള്ള അവസ്ഥ, അത് നമ്മൾ ഒരാൾ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് കാര്യങ്ങൾ വ്യക്തമാക്കി ഈ കമ്മിറ്റി മനസ്സിലാക്കണം. ഇപ്പൊ കരാറിലെ വ്യവസ്ഥകളുമായിട്ട് നമ്മൾ ഒത്തുപോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കമ്മിറ്റി വെച്ച് പരിശോധിക്കണം. പരാതി പരിഹാരങ്ങൾ അങ്ങനെ ആവുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അല്ലാതെ നിലവിലിപ്പോൾ ഈ കരാർ മെഡിസപ്പ് കമ്പനിയുമായി ഇൻഷുറൻസ് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറൊന്നും പൊളിച്ചെഴുത്തൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് സാധ്യതയില്ല. കാരണം അത് നിയമപരമായ ഒട്ടനവധി പ്രശ്നങ്ങൾ അതിന് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗവൺമെന്റിനെ സഹായിക്കാൻ ഈ സംഘടനാ നേതാക്കളുടെ ഇടപെടലുകൾ നിർബന്ധമായിട്ട് ഉണ്ടാവണം. കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് ഏത് സംഘടനകളായാലും ശരി, അത് പ്രതിപക്ഷ സംഘടനകളായാലും ശരി, ഭരണപക്ഷ സംഘടനകളായാലും ശരി, ഇതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല ഇടപെടൽ വേണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത് ഈ പിന്നെ പെൻഷൻകാർക്ക് കഴിഞ്ഞ പേ റിവിഷനിൽ നാലാമത്തെ ഗഡുവിൻ്റെ ബേസിക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതിൻ്റെ DA കിട്ടിയിട്ടില്ല എന്ന് ഒരു ആരോപണം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഈ 2021-26 കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു ആരോപണമാണ്. അതിൽ പിന്നെ ഒരു ഗഡു ലാസ്റ്റ് ഗഡുവിൻ്റെ ബേസിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, DA കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉത്തരവ് ഇതുവരെയായിട്ട് ഇറങ്ങിയതായിട്ട് അറിവില്ല. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ, കാരണം അത് പെൻഷൻകാരുടെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ പെൻഷൻകാരുടെ കേസിലൊക്കെ അതൊക്കെ കൃത്യമായിട്ട് കൊടുത്ത്, കാരണം പല തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പെൻഷനേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഒരു ശക്തമായ ഇടപെടൽ നടത്തി അതിനൊരു ഉത്തരവിട്ട് ആ ക്യാഷ് അരിയർ DA കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകേണ്ടതാണ് തീർച്ചയായിട്ടും. അടുത്ത പ്രശ്നം, മൂന്നാമത്തെ പ്രശ്നം ഞാൻ പറയുന്നത്, ഈ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ തന്നെ അധ്യാപകർക്കും ഒക്കെ തന്നെ കഴിഞ്ഞ 2021-26 കാലഘട്ടത്തിൽ 10 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക കിട്ടാനുണ്ട്. ക്ഷാമബത്ത പ്രഖ്യാപിച്ചു, പക്ഷേ 10 ഗഡുവിൻ്റെ കുടിശ്ശിക കിട്ടാനുണ്ട്. അത് 286 മാസത്തെ കുടിശ്ശികയാണ് കിട്ടാനുള്ളത്. 286 മാസത്തെ, ഓർമ്മിക്കണം. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത് ഇത് 2030 8 ഗഡുക്കളായി ഇത് കൊടുക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ കൊടുക്കുമെന്ന് 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് അന്നത്തെ കാലത്ത് ഉത്തരവായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഇന്ന പീരീഡിൽ ഇത്ര ശതമാനം അത് ആ രീതിയിലുള്ള ഒരു ഉത്തരവും ഇറങ്ങിയിട്ടില്ല. പക്ഷെ പുതിയ ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റ് പോയി, പുതിയ ഗവൺമെന്റ് വന്നപ്പോഴും ഈ 10 ഗഡു DA കുടിശ്ശിക അവിടെ തന്നെ നിൽക്കുക. അതിനെ പറ്റിയുള്ള പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടിയും, ഒരു ചെറിയ കാൽവെപ്പ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നാലാമത്തെ പ്രശ്നം പേ റിവിഷനാണ്. പേ റിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നത് 10 വർഷത്തിൽ ഒരിക്കൽ മതി എന്ന ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള പേ റിവിഷൻ കമ്മീഷന് അകാല ചരമം അടഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലൊരു പ്രവർത്തനം നടക്കുന്നില്ല. ഈ പിന്നെ മന്ത്രിസഭയോ പുതിയ സർക്കാരോ ഒന്നും ആ നേരത്തെ ഉണ്ടായിരുന്ന ആ പേ റിവിഷനെ എങ്ങനെ കാണണം, അവരെ എന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഒരു കാര്യവും പറയുന്നില്ല.
ഫലത്തിൽ അത് 10 വർഷത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ പേ റിവിഷൻ നമ്മൾ വരാതിരുന്നാൽ ഒരു ചെറിയ ദോഷം പ്രധാനമായിട്ട് എന്താ വെച്ചാൽ, ഈ പേ റിവിഷൻ വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ ശരിക്കും പിന്നെ പേ റിവിഷൻ വന്നാൽ ആകെ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10% പ്രോഫിറ്റ്, ഒരു ബെനിഫിറ്റ് ആയിട്ട് 10% മാത്രമേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അത് വലിയ ഇതൊന്നും സാധാരണഗതിയിൽ കാണാറില്ല. പക്ഷേ എവിടെയാ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഡി എ മെർജ് ചെയ്തിട്ട് ബേസിക് പേയിലേക്ക്, നിലവിലുള്ള ബേസിക് പേയിലേക്ക് ഡി എ മെർജ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഈ പെൻഷൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ച്, ഈ കൊല്ലങ്ങളിലൊക്കെ പെൻഷൻ ആവുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ബേസിക് പേ വർദ്ധിക്കുന്നില്ല. ഈ പെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബേസിക് പേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ബേസിക് പേ കൂടുതലാണോ അത്രത്തോളമാണ് പെൻഷൻ കൂടുതൽ കിട്ടുക. അപ്പോൾ ബേസിക് പേ കൂടാതിരിക്കുമ്പോൾ ഈ കിട്ടുന്ന പെൻഷനിൽ, പ്രത്യേകിച്ച് കമ്മ്യൂട്ടേഷനിൽ നമ്മൾ റിവിഷൻ വന്നിരുന്നുവെങ്കിൽ കിട്ടാമായിരുന്ന ഒരു തുകയ്ക്ക് നഷ്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ പ്രധാന പ്രശ്നം അതാ. വരാനിരിക്കുന്ന പെൻഷനിലും ആ പ്രശ്നം വരും. പക്ഷെ ആകെ ലോസ് എന്ന് പറയുന്ന ഒരു 10% മാത്രമായിരിക്കും. പക്ഷെ പെൻഷന് ആവുന്ന ആളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ എന്തോ അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കം ഇതുവരെയായിട്ട് കാണുന്നില്ല എന്നതാണ് ഒരു സത്യം. ഇനി അടുത്ത് പറയാനുള്ളത് പങ്കാളിത്ത പെൻഷനെ പറ്റിയാണ്. 5-ാമത്തെ പോയിന്റാണ് ഞാൻ പറയുന്നത്, പങ്കാളിത്ത പെൻഷൻ. ഈ പങ്കാളിത്ത പെൻഷനെ പറ്റി കഴിഞ്ഞ ഗവൺമെന്റ് ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരെണ്ണം അവസാന കാലം കൊണ്ടുവന്നിരുന്നു, ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക്. അഷ്വേർഡ് പെൻഷനിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. 50% പിന്നെ ജീവനക്കാരെടുത്ത് 50% പെൻഷൻ ഉറപ്പു തരുന്നു അവസാന ബേസിക് പേയുടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ ജീവനക്കാരെ കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് വാങ്ങും. പക്ഷേ അതിൻ്റെ എങ്ങനെയാണ് അത് സംഭവം എന്നുള്ള അതിൻ്റെ ഒരു പൂർണ്ണമായ ചിത്രം പുറത്തേക്ക് വരാതെയാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിച്ചത്. അപ്പോൾ ആ പങ്കാളിത്ത പെൻഷൻ, അഷ്വേർഡ് പെൻഷൻ തീരുമാനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ഗവൺമെന്റിൻ്റെയാണ്. അഷ്വേർഡ് പെൻഷൻ അത് ഉത്തരവായിട്ട് ഇറക്കിയിട്ടുമില്ല. അപ്പോൾ പുതിയ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ആ പങ്കാളിത്ത പെൻഷനിൽ യാതൊരു തീരുമാനം അഷ്വേർഡ് പെൻഷനിലോ ഇതുവരെയായും എടുത്തിട്ടുമില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു പ്രൊഡക്റ്റ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ അന്ന് ചിലപ്പോൾ പുതിയ ഇതൊക്കെ പറഞ്ഞിരുന്നു. അതായത് പങ്കാളിത്ത പെൻഷനിൽ നിന്നും മാറാൻ ബുദ്ധിമുട്ടുണ്ട്, നിയമപരമായിട്ടും സാങ്കേതികപരമായിട്ടും ബുദ്ധിമുട്ടുണ്ട്, അഷ്വേർഡ് പെൻഷനിലേക്ക് മാറിയാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം അടച്ച പണം എന്ത് ചെയ്യും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു വിഭാഗം പറഞ്ഞിരുന്നു, ഈ പങ്കാളിത്ത പെൻഷൻ തന്നെ നിലനിർത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഒരു 14% വരെ ആക്കുക എന്നുള്ള ഒരു പ്രൊപ്പോസൽ വന്നിരുന്നു. ഇപ്പോൾ 10% ജീവനക്കാരനും 10% ഗവൺമെന്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഒരു 14% ആക്കണം എന്നുള്ള ഒരു പ്രൊപ്പോസലൊക്കെ വന്നെങ്കിലും അക്കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്കോ ഏതെങ്കിലും ഈവൻ 1% വർധനവ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അടുത്തത് ഏൺ ലീവ് സറണ്ടറാണ്. ഏൺ ലീവ് സറണ്ടറിൽ ഒരു താൽക്കാലിക മരവിപ്പിക്കൽ നടന്നിട്ടുണ്ട്. പക്ഷെ ആ മരവിപ്പിക്കൽ ഒക്കെ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുള്ളത് തന്നെയാണ്. ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മാത്രം, എല്ലാ കാലഘട്ടത്തിലും ഈ മരവിപ്പിക്കലൊക്കെ നടന്നിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് വീണ്ടും റിലീസാവും. ആ സമയത്ത് ഇപ്പോൾ ഏപ്രിൽ മാസം വരെയുള്ള എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഫിനാൻഷ്യൽ ഇയറിലും വാങ്ങാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും നമുക്ക് പിന്നെ മരവിക്കലൊക്കെ റിലീസാവും, അതിൽ തർക്കമൊന്നുമില്ല. അത് പിന്നെ അതൊരു വിഷയമായിട്ട് വരുന്നില്ല. ഇനി 7-ാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ 2% DA നമുക്ക് പ്രഖ്യാപിക്കാനുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും 2% DA പ്രഖ്യാപിക്കാനുണ്ട്. ആ DA എന്ന് പറയുമ്പോൾ അതിപ്പോൾ 8 മാസം കുടിശ്ശികയായിട്ടുണ്ട്. 8 മാസം കുടിശ്ശികയായിട്ടുണ്ട്. ഇതുവരെയായിട്ട് ആ DA പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പൊ ചില ചാനൽ ഒരു 2 മാസം മുമ്പേ തുടങ്ങിയതാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോളടിച്ചു, ഓണത്തിന് 2% വരുന്നു, നേരത്തെ ശമ്പളം വരുന്നു, ധനകാര്യ വകുപ്പ് തീരുമാനിച്ചു. ഇപ്പൊ 2 മാസമായിട്ട് ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ഓണത്തിന്റെ ശമ്പളം പോട്ടെ, ഓണത്തിന് ശമ്പളം ഇപ്പോൾ കുറെ കാലമായിട്ട് അത് അങ്ങനെ ഇല്ല, ഒരു സംവിധാനം നേരത്തെ ശമ്പളം കൊടുക്കുന്ന രീതിയില്ല. അതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷേ DA പ്രഖ്യാപനമോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് ഓർമ്മ, ഞാൻ എപ്പം നോക്കിയാൽ ഈ 2 മാസമായിട്ട് ഈ 2% DA തരുന്നു എന്ന് തിരിച്ചും മറിച്ചും വാർത്ത കൊടുക്കുന്ന ചാനലുണ്ട്. എല്ലാ ദിവസവും എന്തെങ്കിലുമായിട്ട് DA. അപ്പോൾ ആൾക്കാർ ഇത്
നോക്കും. DA സംബന്ധമായിട്ട് ഏതെങ്കിലും വാർത്ത ഇടും. പിന്നെ ധനകാര്യ വകുപ്പിൽ നിന്ന് ലീക്കായി കിട്ടിയതാണ്, തീരുമാനമായിട്ടുണ്ട്, ഉടൻ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ നിരന്തരമായിട്ട് ഇത് മാത്രം വാർത്ത കൊടുക്കുന്ന ചാനലുണ്ട്, ഒരു കാര്യമില്ലാതെ. കഷ്ടമാണ്. അപ്പൊ നമ്മൾ സത്യത്തില് അപ്പൊ ഞാനിത് കേട്ടപ്പം ഒരു അങ്ങനെ വരുമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതുവരെ ഇന്ന് 2 മാസത്തിന് ശേഷവും ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം, മന്ത്രിസഭയുടെ പ്രഖ്യാപനം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പറയാം. അപ്പം ഞാനിവിടെ 7ഓളം പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞു. അത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്, ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രശ്നങ്ങൾ: പേ റിവിഷൻ അരിയർ DA, ഏൺ ലീവ് സറണ്ടർ, DA കുടിശ്ശിക 10 മാസം, 10 ഗഡു 286 മാസം, മെഡിസപ്പിലെ പ്രശ്നങ്ങൾ, പേ റിവിഷൻ 2024 പേ റിവിഷൻ കമ്മീഷൻ വന്നിട്ടില്ല, പങ്കാളിത്ത പെൻഷനും അഷ്വേർഡ് പെൻഷനും നിലവിൽ 2% DA കൊടുക്കാനുണ്ട്. ഇങ്ങനെ പിന്നെ ഉള്ള ഇത്രയും പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിൽ ഒന്നിനു പോലും ഈ 100 ദിവസമായിട്ട് ആ ഒന്നിലേക്ക് പോലും ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അതിലേക്കൊന്ന് എത്തി നോക്കുക പോലും ഈ സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒന്നാണ് എന്നതിന് ഒരു തർക്കവുമില്ല. എന്നാൽ ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിപ്പോൾ സർക്കാരിനെതിരായിട്ട് പറയുന്നതായിട്ട് നമുക്ക് തോന്നും. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ പ്രതിപക്ഷ അധ്യാപക ജീവനക്കാരും സംഘടനകളും ഒക്കെ തന്നെ പിന്നെ ധർണയും മറ്റ് പ്രകടനങ്ങൾ, പന്തം കൊളുത്തിപ്പടനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ജീവനക്കാരുടെയും പിന്നെ പെൻഷൻകാരുടെയും ഒക്കെ കാര്യത്തിൽ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ സംഘടനകൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നേരത്തെ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ പിന്നെ സംഘടനകൾ, ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾക്ക് ഈ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യങ്ങളിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ കാലഘട്ടത്തിൽ 2021-26 കാലഘട്ടത്തിൽ ഒന്നും മിണ്ടാതെ ഇപ്പോൾ വലിയ ധർണയും അതൊക്കെ ഒരു പൊളിറ്റിക്കലായിട്ട് മാത്രമേ നമ്മൾക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2021 സർക്കാർ കയറിയിട്ട് 39 മാസത്തിന് ശേഷമാണ് ആദ്യത്തെ DA പ്രഖ്യാപനം വന്നത്. അതായത് 3.25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു DA തരുന്നത് എന്നുള്ളത് ഓർമ്മയുള്ളവർക്കറിയാം. അതേ പറയാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ജീവനക്കാരും അധ്യാപകരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഘടനാ നേതാക്കൾ പറയുന്നതിനപ്പുറത്ത് ജീവനക്കാരും അധ്യാപകരും നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു ഭാഗത്ത് നിൽക്കാതെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരോട് ചോദിക്കുകയും വേണം. അപ്പോൾ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പഴയകാല ചരിത്രം പറയുക, ഇവിടെ വരെ എങ്ങനെയാ എത്തിയെന്ന് നിങ്ങൾക്കറിയോ, ആരാണ് തന്നത്, അങ്ങനെ പല 2002 ചരിത്രങ്ങൾ പറയുക, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ മിണ്ടരുതെന്ന് പറയുക, മറ്റേ ഗവൺമെന്റ് വരുമ്പോൾ പ്രകടനം, ഈ രീതിയിലുള്ള പോക്കാണ് മിക്കവാറും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ അനുഭവങ്ങൾ 2021-26 കാലഘട്ടങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് ശരിക്കും ഒരു തുടർഭരണം നഷ്ടമായതിൻ്റെ ഒരു കാരണം അതുകൂടിയാണ്. കാരണം ജീവനക്കാർ മൊത്തത്തിൽ തന്നെ അനുകൂലമല്ലാത്ത ഒരു സമീപനം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പുതിയൊരു ഗവൺമെന്റ് ഇപ്പോൾ വന്നത്. തുടക്കത്തിൽ സമ്മേളനങ്ങളിലൊക്കെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് വിസ്മയമുണ്ടാകുന്ന തീരുമാനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് ബജറ്റിലും ഉണ്ടായില്ല, അല്ലാത്ത പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് സത്യം. അപ്പോൾ അത് മുഖ്യമന്ത്രിയൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, പിന്നീട് അതിനൊക്കെ എതിരായിട്ട് ആരോ തടയിട്ടു, അതിനനുകൂലമല്ലാത്ത രീതിയിലുള്ള ഇത് വന്നു. മുഖ്യമന്ത്രി അങ്ങനെ അന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വരേണ്ടതായിരുന്നു. സത്യത്തിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എന്ന് ചെറിയ എന്തെങ്കിലുമൊക്കെ കൊടുക്കൂലേ സാധാരണ എല്ലാവരും, ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അതിനിടയ്ക്ക് ഒരു ധവളപത്രം ഇറക്കിയിട്ട് എല്ലാവരുടെയും വായടപ്പിച്ചു. ഈ ധവളപത്രം ഇറക്കി എന്തിനു വേണ്ടിയിട്ടാ? ശരിക്കും ഈ സർക്കാരും ഒക്കെ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ധവളപത്രം ഇറക്കിയത്. അതാ സത്യം. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് സർക്കാർ വന്നാലും ഏത് ഗവൺമെന്റ് വന്നാലും ഈ തുടക്കത്തിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒന്നും തരാതെ ശരിക്കും
ഇലക്ഷനോട് അടുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ തന്ന് ഈ വോട്ട് മേടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പിന്നെ പോകുന്നില്ലേ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതിലേക്ക് പോകുമ്പോൾ അതിനൊക്കെ ഓശാന പാടുന്ന സംഘടനാ നേതാക്കളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ അങ്ങനെ ഈ ഗവൺമെന്റ് ഇപ്പോൾ 100 ദിവസം ആകുന്നു. അപ്പോൾ നമ്മൾ ഒരു കുറിച്ച് ഒരു അഭിപ്രായമോ വിമർശനമോ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയാനായിട്ടില്ല. അതിനൊരു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഈ ഗവൺമെന്റിനെ കുറിച്ചും ആ ഒരു അഭിപ്രായം തന്നെയാണ്. വിമർശനമില്ല, പിന്നെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും ഒരു കാര്യത്തിലും ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ജീവനക്കാർക്ക് ഒറ്റയടിക്ക് മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ആനുകൂല്യം കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ളവർക്കും കിട്ടാനുള്ളത് കുറച്ച് കുറച്ച് കിട്ടണം. അത് തുടക്കം മുതൽ തന്നെ കൊടുക്കണം, കുറച്ച് കുറച്ച്. സാധാരണ ജനങ്ങൾ, പിന്നെ പെൻഷൻ വാങ്ങുന്നവര്, നമ്മുടെ പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ, വാർദ്ധക്യ വിധക, ഒരുപാട് കാറ്റഗറി നമ്മളുടെ സമൂഹത്തിലുണ്ട്. എല്ലാവർക്കും അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം. മറ്റുള്ള ജീവനക്കാരെയൊക്കെ സംബന്ധിച്ച് ഈ കുറച്ചെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. എല്ലാം കൂടി, അത് ഈ ഗവൺമെന്റ് ആയാലും കഴിഞ്ഞ ഗവൺമെന്റ് ആയാലും ശരി, എല്ലാം കൂടി അവസാനത്തേക്ക് വെക്കുമ്പോൾ അത് വലിയൊരു ഭാരമാവുകയും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വരികയും ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന കാര്യം അതാ. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം DA കുടിശ്ശിക വെക്കരുത്, അത് കൃത്യമായി ജീവനക്കാർക്ക് കൊടുക്കണമെന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വിലക്കയറ്റം ഏത് രീതിയിലാണ് പോകുന്നത് നിങ്ങൾ കണ്ടു. 40 രൂപ 42 രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയുടെ വില ഇപ്പോൾ 70 രൂപയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ കാണുന്നത് എന്താ? നമ്മൾ വിലക്കയറ്റത്തിന് അനുസരിച്ച് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന DAകൾ അത് സംസ്ഥാന ഗവൺമെന്റും യഥാസമയത്ത് കൊടുക്കണം എന്നതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട്, ബാക്കിയൊന്നും ചെയ്യേണ്ടെന്നല്ല, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം കൃത്യസമയത്ത് DA കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം കൂടി കൂട്ടത്തിൽ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഓണത്തിന്റെ അലവൻസുകളൊക്കെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ പുതിയതായിട്ട് വർധനവൊന്നുമില്ല, ഇതെല്ലാം മുൻകാലങ്ങളിൽ തന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ബോണസ് 4500 രൂപ, ഫെസ്റ്റിവൽ അലവൻസ് 3500 രൂപ, പിന്നെ നമ്മൾ ഓരോ കാറ്റഗറിക്കും കൊടുക്കുന്ന അലവൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1550 രൂപയുള്ളവരുണ്ട്, 1460 രൂപയുള്ളവരുണ്ട്, 1450 ഉള്ളവരുണ്ട്, 1390 ഉള്ളവരുണ്ട്, 1350 ഉള്ളവരുണ്ട്. ഏറ്റവും അവസാനം 1250 രൂപയാണ് ഫെസ്റ്റിവൽ അലവൻസ്. ആ വിഭാഗം എന്ന് പറയുന്നത് പെൻഷൻകാരാണ്. പെൻഷൻകാർക്കാണ് 1250 രൂപ ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുന്നത്. അത് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവർ പെൻഷനായാലും ശരി, ഏറ്റവും ഉയർന്ന തസ്തികയിലിരുന്ന് സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കൊടുക്കുന്ന ഓണം അലവൻസ് എന്ന് പറയുന്നത്, ഫെസ്റ്റിവൽ അലവൻസ്, ഉത്സവ ഭത്ത എന്ന് പറയുന്നത് വെറും 1250 രൂപ മാത്രമാണ്. നമ്മൾ തിരിച്ചറിയേണ്ടതൊക്കെ. അപ്പൊ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലൊരു പ്രത്യേകമായിട്ട് പറയും, ഈ നമ്മൾ പെൻഷൻകാരെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ പെൻഷൻ വാങ്ങുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, വളരെ കുറവ്. അതിൽ തന്നെ നാഷണൽ പെൻഷൻ സ്കീമിൽ കോൺട്രിബ്യൂട്ടറിയിൽ റിട്ടയർ ആയവരുണ്ട്. അവർക്കൊക്കെ തുച്ഛമായ സംഖ്യയാണ് പെൻഷനായിട്ട് കിട്ടുന്നത്. അല്ലാതെയും പെൻഷൻ വളരെ കുറച്ച് കിട്ടുന്നവര്, സർവീസ് കുറവുള്ള, നമുക്കറിയാം സർവീസ് കുറവുള്ളവരെ സംബന്ധിച്ച് പെൻഷൻ ബേസിക് പേ ലേശം ഉണ്ടെങ്കിൽ പോലും പെൻഷൻ കുത്തനെ കുറവായിരിക്കും. അത് കമ്മ്യൂട്ടേഷനും കൂടെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ തീരെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ആരും കാണാതെ പോകുന്ന കാര്യമാണ്. ഇതൊക്കെ ഗവൺമെന്റ് കാണേണ്ടതായിരുന്നു. പെൻഷൻകാർക്കെങ്കിലും ഈ ഉത്സവത്തിൽ പോലെങ്കിലും ഒരു വർധനവ് വരുത്തേണ്ടതായിരുന്നു. വേറെ ഒന്നും പെൻഷൻകാർക്ക് കിട്ടാനില്ല. നമ്മൾ ഓണം അഡ്വാൻസ് 20,000 രൂപയാണ് ജീവനക്കാർക്ക് അഡ്വാൻസ് കൊടുക്കുന്നത്. 5 തവണയായിട്ട് തിരിച്ചു പിടിക്കും. പാർട്ട് ടൈം ജീവനക്കാർക്കും ഉണ്ട് 6000 രൂപ അഡ്വാൻസ്, അതും 5 തവണയായിട്ട് തിരിച്ചു പിടിക്കും. എന്നാൽ പെൻഷൻകാർക്ക് ഒരു അഡ്വാൻസും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. ഒരുപക്ഷെ പെൻഷനിൽ നിന്ന് എന്തെങ്കിലും പിടിക്കാൻ പാടില്ല എന്നതുകൊണ്ടാവാം, ഏത് വിധത്തിലായാലും ശരി, അല്ലെ പെൻഷൻകാർ ഇത് തിരിച്ചടയ്ക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തു തന്നെയായാലും ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പെൻഷൻകാർക്ക് ഒരു അഡ്വാൻസും കിട്ടാനും ഇല്ല. ഉത്സവബത്ത പോലെയുള്ളത് നാമമാത്രമായ വെറും ഏറ്റവും കുറവ് ഉത്സവബത്ത കിട്ടുന്ന വിഭാഗം ആ പെൻഷൻകാർ.
അത്രേ ഉള്ളൂ. ഇതൊക്കെ ആരാണ് ഇതൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്? ഞാനതാ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ്, ഓരോ ഗവൺമെന്റും ആ ഭരണാനുകൂല സംഘടനകളെ നിർബന്ധമായിട്ടും, അത് ഓരോ ഏത് മാറി മാറി വരുമ്പോൾ അത് അവരാ വേണ്ടത്. അവർ ഇക്കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഈ ജീവനക്കാർക്കും പെൻഷൻകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തേണ്ടതാണ് ശരിക്കും. അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ഇവിടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അധ്യാപകരുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ അവതരിപ്പിച്ചതാണ്. പിന്നെ ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുടിശ്ശിക 2021-26 കാലഘട്ടത്തിലുള്ള DA കുടിശ്ശികൾ, അതായത് 286 മാസത്തെ കുടിശ്ശിക, ഇത് പരസ്പരം ഈ രാഷ്ട്രീയപരമായിട്ട് കാണുകയും പോരടിക്കുകയും ചെയ്യുന്നുള്ള ഒരവസ്ഥ ഇപ്പം നിൽക്കുന്നുണ്ട്. അത് ആരുടെ കാലത്തെ കുടിശ്ശികയാണ്, അവരല്ലേ തരേണ്ടത്, നമ്മളാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയേണ്ടത് വെച്ചാൽ, ഇതിപ്പോൾ LDFന്റെ കാലത്തിലായാലും ശരി, UDFന്റെ കാലത്തായാലും ശരി, ആര് തരാതിരുന്നാലും നഷ്ടം ജീവനക്കാർക്ക് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഗവൺമെൻറ്റുകൾ എന്നെല്ലാം പറയുന്നത് അതൊരു തുടർച്ചയാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന പാർട്ടിയുടെ അല്ല ഇന്ന മുന്നണിയുടെ ഗവൺമെൻറ് എന്നില്ല, അത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഈ കിട്ടാനുള്ളത് കൊടുക്കാനുള്ളതൊക്കെ ഏത് കാലഘട്ടത്തിലായാലും ശരി, അത് ഒരുമിച്ച് കൊടുത്തില്ലെങ്കിൽ പോയിട്ടും ഗഡുക്കളായിട്ടെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേണ്ടത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കൊടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് അവരോട് ഇനി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിലവിൽ ഇതൊരു ഗവൺമെൻറ് സംവിധാനമല്ല, അപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു തരുന്നതുമല്ല. അപ്പോൾ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഗവൺമെൻറ്റിനോട് തന്നെയാണ് അത് ചോദിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിലുള്ള ഒരു സത്യം. ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. ഈ അഭിപ്രായം പിന്നെ എല്ലാവർക്കും ഉണ്ടാവും, മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ പൊളിറ്റിക്കലായിട്ടൊന്നും ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞതല്ല. രണ്ട് ഭാഗത്തും വേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തിനു വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കുറേ ഈ പിന്നെ സർവീസ് കാര്യങ്ങളിൽ മാത്രമുള്ള ഈ പെൻഷൻകാരുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒന്നും ആനുകൂല്യങ്ങളെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ട് കുറേ മാസങ്ങളായി. മറ്റുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പെടുക. അപ്പോൾ ഇത് ചെയ്യാതിരിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പം 100 ദിവസമായിട്ടും നമ്മളെ ജീവനക്കാരെയും പെൻഷൻകാരെയും അധ്യാപകരെയും ഒക്കെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7ഓളം ആവശ്യങ്ങൾ, അതിൽ ഒരെണ്ണത്തിൽ പോലും ഒരു ചെറിയ വിരൽ പോലും അനക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത് സംഘടനാ നേതാക്കളുടെ അറിവിലേക്കാണ് ഈ വീഡിയോ, ഗവൺമെൻറ്റിൻ്റെ അറിവിലേക്കാണ് ഈ വീഡിയോ, എല്ലാ ജീവനക്കാരുടെയും അറിവിലേക്ക് തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ പുറത്തേക്ക് വിടുന്നത്. അതിനു വേണ്ടി തന്നെയാണ്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എല്ലാം ഒരുമിച്ച് അനുവദിക്കണമെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ കുറച്ച് എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കുമ്പോൾ അക്കൂട്ടത്തിൽ കുറച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി കൊടുക്കാനുള്ള മനസ്സ് ഗവൺമെൻറ് കാണിക്കണം. അതിനുള്ള ഒരു സമ്മർദ്ദവും ശ്രദ്ധയിൽപ്പെടുത്തലും ഒക്കെ എല്ലാ സംഘടനാ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന ഒരു അഭ്യർത്ഥനയോടെ, എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളായി ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.